അതെ, കുട്ടി എടുക്കും. കുട്ടി അത് ഏട്ടൻ്റെയാണ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാളവേളുടെ അന്നത്തെയാണ് കേട്ടോ. അപ്പോൾ തെച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇങ്ങനെ ആൾക്കാർ വരാറുണ്ടോ പൂര സമയത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ? ഇവിടെ വരും കേട്ടോ. ഇവിടെ വയസ്സായ 2 അമ്മമാരാണ് കേട്ടോ വരാറ്. അപ്പോൾ നായാടികൾ എന്നാണ് കേട്ടോ ഇവരെന്നെ പറയുക. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഭഗവതീനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടും. കുട്ടികളൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പാടും കേട്ടോ. പിന്നെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം വന്നത് എൻ്റെ ചേച്ചീൻ്റെ കുട്ടിയും അവൻ്റെ ഫ്രണ്ടും ആയിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പോകാൻ വേണ്ടി വന്നത്. അങ്ങനെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ട് അവനിവിടെ നിന്നു കേട്ടോ. അവനെ പൊന്നു എന്നാട്ടോ വിളിക്കുക. അങ്ങനെ അവനിവിടെ നിന്നു. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക്. വന്നിട്ട് അവർ പിന്നെ കാളേനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ പോവായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചതാണേ. അങ്ങനെ അവർ രണ്ടുപേരും കാളയെ കാണാൻ പോയി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ പരിപാടികളിലായിരുന്നു. അമ്മയും അവരൊക്കെ ഫുഡ് ഉണ്ടാക്കണ തിരക്കിലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കാളയെ കാണാൻ പോയി കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു പറമ്പുണ്ട്, അവിടെയാണ് കാളേനെ നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോയി. ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വേലി കെട്ടിയത് കാരണം ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയില്ലേ. അപ്പോൾ അവനെ അവിടെ നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ മേലെ കഴുകി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ കാളായിരുന്നു. പിന്നെ ശിങ്കാരമേളായിരുന്നു അവിടെ കേട്ടോ. മേലെയുണ്ട് ഒരു വേലയും കൂടെ. അവിടെ നാസിക് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോവാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം പോയില്ല. ഇവരൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോവാതിരുന്നത്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവർ വിളിക്കുന്നത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് എൻ്റെ വലിയച്ഛൻ്റെ മക്കളാണ് കേട്ടോ. ചേച്ചിമാരും പിന്നെ ഏട്ടൻ്റെ ഭാര്യയും ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതിലൊരാൾ, ഒരു കുട്ടി രുദ്രപ്പൻ്റെ ഒരു സെയിം ഏജാണ് കേട്ടോ. മീൻസ് ഒരേ പ്രായക്കാരാണ്, ദിവസം കൊണ്ടുള്ള മാറ്റമേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും സ്നേഹപ്രകടനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ ഉമ്മ വെച്ചിട്ടും രണ്ടുപേർക്കും കണ്ണേ വേണ്ടുള്ളൂ. രണ്ടുപേരും കണ്ണായിരുന്നു പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ നടക്കാനൊക്കെ തുടങ്ങി. അവൻ ഭയങ്കര ഫാസ്റ്റാണ്, ഇവൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇവൻ നീന്തേ ഉള്ളൂ. അവൻ നടക്കും, ഓടും, ഒക്കെ ചെയ്യും, ഇരിക്കുകയില്ല. അങ്ങനെ അവനെ പിടിച്ചിരുത്തിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. പക്ഷേ ക്ലിയർ ഉണ്ടായില്ല. നമ്മൾ വിചാരിക്കുന്ന ആംഗിളിൽ അവർ ഇരിക്കില്ലല്ലോ. അങ്ങനെ കുറേ നേരം കളിപ്പിച്ച് പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ ഇവർ കാളവേലയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു, അമ്പലത്തേക്ക് വേലയുടെ കൂടെ പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും രുദ്രയും പോയില്ല. ഒന്ന് ചൂടാണ്, അവന് നല്ല മേയർക്കും.
പിന്നെ വാശി പിടിക്കും, പോയ പോലെ തന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും. അവർക്കും ഒന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ പോയില്ല. ഇവർ പോയി. അപ്പോൾ നല്ല രസമായിരിക്കും പോയാട്ടോ. ഇങ്ങനെ ഉണ്ടാവും കാളകളൊക്കെ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പിന്നെ പൂരത്തിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ